സഖാക്കളെ, ഡിവൈഎഫ്ഐയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായ സാംസ്കാരികോത്സവത്തിൽ കവിത അവതരിപ്പിക്കുവാൻ പക്ഷപാതികളായ രണ്ട് കവികൾ അവരുടെ കവിത അവതരിപ്പിച്ചു കഴിഞ്ഞു. കാരണം അവർ രണ്ടുപേരും പക്ഷപാതികളാണ്. നിഷ്പക്ഷന്മാർക്ക് വല്ലാത്ത വിലയുള്ള കാലത്ത് പക്ഷമുണ്ട് എന്ന് പറയുന്നതിൻ്റെ പേരാണ് തൻ്റെ ഇടം എന്ന് ഞാൻ കരുതുന്നു. കാരണം നിഷ്പക്ഷനായി കണ്ടൊരു മനുഷ്യൻ ഇന്നലെ ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്ന് കൊട്ടം വെയിലത്ത്, ഞങ്ങൾ തിരുവനന്തപുരത്താര ഭാഷ പറഞ്ഞ കൊട്ടം വെയിലത്ത് നടന്നു പോയി ഏറെ നേരം ഒരിടത്ത് നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടപ്പോഴാണ് ഈ നിഷ്പക്ഷതയ്ക്ക് എത്ര കണ്ട് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. നിഷ്പക്ഷത എന്നത് ഒന്ന് ഈ ഭൂമിയിലില്ല. അങ്ങനെ നിഷ്പക്ഷതയുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണ് എങ്കിൽ നിഷ്പക്ഷനായ മനുഷ്യന്റെ കഴുത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് തലയല്ല മത്തങ്ങയാണ് എന്ന് നമ്മളോട് ആദ്യമായി പറഞ്ഞത് ലോകപ്രശസ്തനായ നാടകക്കാരൻ ബൃഹത്താണ്. ബൃഹത്ത് പറഞ്ഞു, നാടകം എന്ന് പറയുന്നത് തെരുവാണ് എൻ്റെ നാടകത്തിൻ്റെ സങ്കല്പം. ഞാൻ എൻ്റെ നാടകത്തിൻ്റെ സങ്കല്പം തീർക്കുന്നത് തെരുവിൽ നിന്നാണ്. മലയാള ഭാഷയിൽ ആദ്യമായി ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡ് കിട്ടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് കിട്ടിയ ഭരത് അവാർഡുമായി അദ്ദേഹം നടന്നു ചെന്നത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ സഖാക്കളുടെ ഇടയിലേക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് PJ ആന്റണി. ഒരു വെളിച്ചപ്പാടായി ഉറഞ്ഞു തുള്ളി എല്ലാം ഈശ്വരനിൽ സമർപ്പിച്ച് മറ്റൊന്നും കരുതി വയ്ക്കാതെ ഒടുവിൽ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കണ്ടൊരു കാഴ്ച, ആ കാഴ്ചയിൽ നിന്നുകൊണ്ട് തൻ്റെ തലയിലേക്ക് തൻ്റെ ഉടവാൾ പലവട്ടം വീശി വെട്ടി വായിലേക്ക് ഉറഞ്ഞുകൂടിയ രക്തം വിഗ്രഹത്തിനു നേരെ കാർക്കിച്ചു തുപ്പി ശ്രീകോവിലിന്റെ മുന്നിൽ മരിച്ചു വീഴുന്ന വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ച PJ ആന്റണി എന്ന ആ മഹാമനുഷ്യന മഹാനടൻ. ഒരുപക്ഷെ ഇന്നായിരുന്നുവെങ്കിൽ PJ ആന്റണി അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒരു മഹതി പറഞ്ഞു, ഞാൻ അന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ പോലെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളായിരുന്നുവെങ്കിൽ MT വാസുദേവൻ നായരുടെ നിർമാല്യം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഓടാൻ സമ്മതിക്കുമായിരുന്നില്ല. മാത്രമല്ല ഒരു അഹിന്ദുവായ PJ ആന്റണി ദേവീ വിഗ്രഹത്തിലേക്ക് കാർക്കിച്ചു തുപ്പുന്നത് സമ്മതിക്കുമായിരുന്നില്ല എന്ന് ആരായിരുന്നു ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയാൻ കേരളത്തിൽ ഒരാളെ ജീവിച്ചിരിപ്പുള്ളൂ സ്ത്രീകളുടെ ഇടയിൽ, അവരാണിത് പറഞ്ഞത്. സത്യത്തിൽ എനിക്ക് ആ സമയത്താണ് എൻ്റെ നാട്ടിലെ ഭഗവാൻ കൃഷ്ണനോട് വല്ലാത്ത ബഹുമാനം തോന്നിയത്. ഭഗവാനെ, നേരത്തെ ഇതിനെ സൃഷ്ടിക്കാത്തത് കേരളത്തിന് എന്തൊരു മഹാഭാഗ്യമായിരുന്നു. നേരത്തെ സൃഷ്ടിച്ചുവെങ്കിൽ വെളിച്ചപ്പാടും ഉണ്ടാകുമായിരുന്നില്ല, PJ ആന്റണിയും ഉണ്ടാകുമായിരുന്നില്ല, നിർമാല്യം സിനിമയും ഉണ്ടാകുമായിരുന്നില്ല. കാരണം നമ്മുടെ നാട് അത്തരത്തിൽ ജാതീയമായി വർഗീയമായി ശിഥിലപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അറ ഇട്ട് തിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ DYFIക്ക് പെരുത്ത ഉത്തരവാദിത്വമുണ്ട്. രാജേഷ് പറഞ്ഞതുപോലെ DYFIയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ ഒരു സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ കുറെ ചെറുപ്പക്കാരെ കൂടെ പ്രതീക്ഷിച്ചിരുന്നു. കാരണം ഞാനൊരു 20 വർഷത്തോളം DYFIയുടെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിച്ചയാളാണ്. നിങ്ങളുടെ തൊട്ടടുത്ത വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലത്തെ DYFIയുടെ ഏരിയയുടെ ഭാരവാഹിയായിരുന്ന ആളാണ്. പിന്നീടാണ് സർക്കാർ ജോലികളെല്ലാം കിട്ടി ആ വഴിയിലൂടെ അങ്ങ് പോവുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം DYFI എന്ന സംഘടന എൻ്റെ സംഘടനയാണ്. അതിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഈ ആള് പോരാ. വിശേഷിച്ച് കടയ്ക്കൽ എന്ന ചുവന്ന മണ്ണിൽ DYFIയുടെ ജില്ലാ നേതാക്കന്മാർ ആരെങ്കിലും കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക.
നമ്മളെപ്പോലെ ചിലരെങ്കിലുമൊക്കെ തെറ്റുകൾ പറയണ്ടേ? എല്ലാവരും ശരി മാത്രം പറഞ്ഞ് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്വം കൂടുന്നു, ചരിത്രം അപഹരിക്കപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വർത്തമാനകാലം ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേ താല്പര്യമില്ലാത്തവരാണെന്ന വ്യാപകമായ പ്രചരണം നടക്കുന്ന ഒരു കാലമാണ്. പക്ഷേ ജൻസി പ്രായക്കാർക്ക് രാഷ്ട്രീയമില്ല എന്ന് ജൻസി വിഭാഗത്തിൽപ്പെട്ടവരാരും പറയുന്നില്ല. ജൻസി വിഭാഗത്തിൽ ഒരാളും പറയുന്നില്ല. പക്ഷേ നമ്മൾ പറയുന്നു ജൻസികൾക്ക് രാഷ്ട്രീയമില്ല. പുതിയ തലമുറയാകെ തന്നെ ഒന്നിനും കൊള്ളാത്തവരാണ്, സ്വാർത്ഥരാണ്, ത്യാഗം സഹിക്കാനാകാത്തവരാണ് എന്നെല്ലാം അവരെ വിശേഷിപ്പിച്ച് അവരെ മറ്റൊരു കളത്തിലേക്ക് മാറ്റി നിർത്തി അരാഷ്ട്രീയതയുടെ, അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ നിഷ്പക്ഷതയുടെ ഇടങ്ങൾ ഒരുക്കുന്ന കാലത്ത് ഡിവൈഎഫ്ഐക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സമരത്തിന്റെ നാളുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കഴിഞ്ഞു പോയ 10 വർഷത്തെ പോലെ ഒരു സംഘടനാ പ്രവർത്തന ശൈലി ആവില്ല ഇനി നിങ്ങളെ കാക്കുക. കാരണം അളിയൻ നിയോഗിച്ച അളിയന്റെ അന്തസ്സിന് ചേരില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അളിയൻ രാജിവെച്ചതായി അളിയൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. സർവം അളിയന്മയമാണ്. ആരാണ് അളിയൻ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കുക. അളിയനെ ഏതളിയൻ നിയോഗിച്ചോ, ഏതളി ഇറക്കി വിട്ടോ. എന്തായാലും അതാണ് കാലം. അങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാം വേണ്ടപ്പെട്ടവർക്ക് മാത്രം മാറ്റിവെക്കുമ്പോൾ, വേണ്ടാത്തതെല്ലാം ചെയ്യുമ്പോൾ ഇതിനെതിരെ പ്രതിരോധം തീർക്കുക എന്നതും രാഷ്ട്രീയം പറയുക എന്നതും ചരിത്രത്തെ ചേർത്ത് പിടിക്കുക എന്നതും പുതുതലമുറയുടെ കടമയാണ്. ആ കടമ നിർവഹിക്കാൻ സംഘടനാപരമായ ശക്തിക്ക് മാത്രമേ കഴിയൂ. സംഘടിച്ചു മാത്രമേ ശക്തരാകാൻ കഴിയൂ എന്നത് പുതിയ കാല മുദ്രാവാക്യമല്ല. 1903 മുതൽ കേരളം അതിന് സാക്ഷിയായ മണ്ണാണ്. ആ സംഘടനാ കരുത്ത് ഡിവൈഎഫ്ഐക്ക് ഉണ്ടാകണം. ആ കരുത്തിന് കൂടിയാകണം ഈ കൂട്ടായ്മകൾ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ യക്ഷി പൂക്കാത്ത പാല എന്ന ഒരു കവിത ഇവിടെ ചൊല്ലാം. യക്ഷി പൂക്കാത്ത പാല. കാരണം പണ്ട് നമ്മുടെ നാട്ടിൽ വൃശ്ചികമായാൽ പാലകൾ നിറയെ പൂക്കും. പാലപ്പൂക്കൾക്ക് വല്ലാത്ത മാസ്മരികമായ ഗന്ധമാണ്. നമ്മൾ കരുതിയിരുന്നത് ഈ പാലകളിലാണ് യക്ഷികൾ ഇരിക്കുന്നത്. മുടിയൊക്കെ അഴിച്ചിട്ട് വെള്ളവസ്ത്രം ധരിച്ച് യക്ഷികൾ ഇങ്ങനെ പാലമരത്തിന്റെ കൊമ്പിൽ നിൽക്കും. നടന്നു പോകുന്നവനെ കൈകാട്ടി നിർത്തി ചുണ്ണാമ്പ് ചോദിക്കും. ചുണ്ണാമ്പ് കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ അറിയുന്നത് അവൾ നിലത്തു തൊട്ടിട്ടില്ല. നിലത്തു തൊടാതെ ആകാശത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയിൽ പാദം പതിയാതെ നിൽക്കുന്ന പെണ്ണ്, അതാണ് യക്ഷി. ഇപ്പൊ യക്ഷിയെ കാണാനില്ല. ഇപ്പൊ കടയ്ക്കല് യക്ഷിയില്ല, കല്ലറ യക്ഷിയില്ല. ഞാൻ ഇന്നലെ കല്ലറ പാങ്ങോട് സമരത്തെ കുറിച്ചും അവിടുത്തെ സഖാക്കളുടെ ഹൃദ്രക്തം കൊണ്ട് ചുവന്ന റോസാപ്പൂക്കളെ കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ കല്ലറയും കടയ്ക്കലും എന്റെ പെരപ്പക്കോട്ടും ഒന്നും ഒരു യക്ഷിയെയും കാണാനില്ല. മാത്രത് രാത്രി 10 മണിക്ക് ശേഷം പോയവർ പലരും പറഞ്ഞിട്ടുണ്ട് യക്ഷിയെ വഴി വെച്ച് കണ്ടു എന്ന്. ഇപ്പൊ നമുക്ക് യക്ഷിയെ കാണാൻ പറ്റും. എവിടെ കാണാൻ പറ്റുന്നത്? നഗരമധ്യത്തിലൂടെ രാത്രി 12 മണിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ അമ്പുവിന്റെ കൂട്ടുകാരായ ടെക്കി യക്ഷികളെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തെരുവിൽ പെണ്ണ് സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിരുന്ന യക്ഷിമാരി ഇല്ലാതെയാകുന്നു. പെണ്ണ് എന്തോ ബാധിത്വമുള്ളവൾ ആണ് എന്ന് ഭരണകൂടം കരുതുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുന്നു. ഇതൊരു വികസന വിരുദ്ധ വർത്തമാനമായി കാണേണ്ടതുമില്ല. സ്ത്രീക്ക് എന്തോ ഒരു ബാധിത്വമുണ്ട്. അതുകൊണ്ട് അവർക്ക് ചിലതിരിക്കട്ടെ, അതും വലിയ വിപ്ലവമായി നമ്മൾ കാണുകയും
ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ യക്ഷി പൂക്കാത്ത പാലകൾ എന്ന കവിത അവതരിപ്പിക്കുന്നു. പകലു കാണുവാനാവാത്ത പെണ്ണിന്റെ പ്രണയമൂറ്റി മണക്കുന്ന പാലയിൽ പ്രണയമൂറ്റി മണക്കുന്ന പാലയിൽ മരണദൂതനനുഗാനം പാടിടും ഇരവു പക്ഷികൾ ചേക്കേറും ചില്ലയിൽ. പകലു കാണുവാനാവാത്ത പെണ്ണിന്റെ പ്രണയമൂറ്റി മണക്കുന്ന പാലയിൽ മരണദൂതനനുഗാനം പാടിടും ഇരവു പക്ഷികൾ ചേക്കേറും ചില്ലയിൽ. ധവളരൂപമായി ഊഴിയിൽ മുട്ടാതെ കരിമുകിൽ മുടി നക്ഷത്ര കണ്ണുകൾ മുതുകരിപ്പോടെരിഞ്ഞ തീച്ചിന്തുകൾ രുധിരഗന്ധച്ചിരി പൂത്തു നിൽക്കുന്നു. ധവളരൂപമായി ഒഴിയിൽ മുട്ടാതെ കരിമുകിൽ മുടി നക്ഷത്ര കണ്ണുകൾ മുതുകരിപ്പോടെരിഞ്ഞ തീച്ചിന്തുകൾ രുധിരഗന്ധച്ചിരി പൂത്തു നിൽക്കുന്നു. കണ്ണു തട്ടാതിരിക്കുവാൻ അമ്മയൻ കുഞ്ഞു നിദ്രയ്ക്കു കാവലിരിക്കവേ മിന്നിമാറും ചിരിയും കരച്ചിലും അന്നവൾ തന്നതാണെന്നറിഞ്ഞു ഞാൻ. പിന്നെ ഞാൻ കണ്ടു അവളാറ്റു കൈതയിൽ രണ്ടു നാഗങ്ങൾ ഒറ്റ ശിരസായി ഇരുഫണം പിണഞ്ഞുന്മാദ ഉഷ്ണത്തീ കാറ്റുമോന്തി വിഷം പകുക്കുന്നതും. പിന്നെ ഞാൻ കണ്ടവളാറ്റു കൈതയിൽ രണ്ടു നാഗങ്ങൾ ഒറ്റ ശിരസായി ഇരുഫണം പിണഞ്ഞ ഉന്മാദ ഉഷ്ണത്തീ കാറ്റുമോന്തി വിഷം പകുക്കുന്നതും. എത്രയെത്ര ഇരവിൻ കയങ്ങളിൽ മഞ്ഞുചേലയുടുത്തവൾ മുങ്ങുമ്പോൾ കല്ലുളി തീർത്ത ശില്പമൊഴുപ്പിലേക്കെന്നെ ഇറ്റിച്ചു കാനൽ ജലമായി. ആഴ്ത്തിയാഴ്ത്തിയൻ ചുണ്ടിലെത്തീത്തരി ആളിയാടി പറന്നു തീപക്ഷിയായി വീണെരിഞ്ഞത്ര യാമനീലങ്ങളിൽ തീത്തുടിപ്പാളി ചക്രവാളങ്ങളിൽ. പിന്നെ കണ്ടു ഞാൻ ഒറ്റ മുലമുറിച്ചന്നു കപ്പം കൊടുത്ത ചേകോത്തിയെ. പിന്നെ കണ്ടു ഞാൻ ഒറ്റ മുലമുറിച്ചന്നു കപ്പം കൊടുത്ത ചേകോത്തിയെ. പിന്നെ കണ്ടു ഞാൻ പെൺമുല കണ്ണുകൾ പത്തനങ്ങളെ ചുട്ടെരിക്കുന്നതും. പിന്നെ കണ്ടു ഞാൻ ഒറ്റ മുലമുറിച്ചന്ന് കപ്പം കൊടുത്ത ചേകോത്തിയെ. പിന്നെ കണ്ടു ഞാൻ പെൺമുല കണ്ണുകൾ പത്തനങ്ങളെ ചുട്ടരിക്കുന്നതും. പിന്നെ എത്രയോ വട്ടം അവളൊരു വെൺകുതിരമേൽ പായുന്നതും കണ്ടു. തീയെരിയുന്ന തോക്കുമായന്നവൾ കള്ളിമുൾക്കാട്ടിൽ പൂത്തു നിൽക്കുന്നതും. ചൊവ്വ കെട്ടിയ വേലിയറുത്തവൾ ചന്ദ്രദാരുവിൽ ചുറ്റിയാളുന്നതും. പിന്നെ കണ്ടു ഞാൻ
ഒറ്റ മുല മുറിച്ചന്നു കപ്പം കൊടുത്ത ചേകോത്തിയേ. പുലരി പൂക്കു തുടുക്കുവാൻ പെൺകവിൾ കവിത തൊട്ടു ചുവപ്പിക്ക വേണ്ടെന്ന് പറയുവാനായി തീവാക പൂക്കുന്നു തെരുവിടങ്ങളിൽ ഉച്ചക്കനൽ മോന്തി. അവൾ വരാറില്ല ഭ്രാന്തയാമങ്ങളിൽ, അവൾ വരാറില്ല ഭ്രാന്തയാമങ്ങളിൽ. പാലപൂത്തിടും വൃശ്ചിക സന്ധ്യയിൽ, അവൾ വരാറില്ല ഭ്രാന്തയാമങ്ങളിൽ. പാലപൂത്തിടും വൃശ്ചിക സന്ധ്യയിൽ. വിജനതേ നിന്റെ രാത്രി വഴികളിൽ ഒരു നിണത്തുള്ളി ചോണനരിക്കുമ്പോൾ, അവൾ കുടിച്ചൂറ്റിയിട്ട കാമങ്ങളിൽ നുരയിടും മജ്ജയൂറി തുളുമ്പുമ്പോൾ, വഴിപിണക്കാൻ കരിമ്പന കാടുകൾ കിരവിൽ നൃത്തം ചവിട്ടാൻ അവൾ വരും. അവൾ വരാറില്ല ഭ്രാന്തവേഗങ്ങളിൽ. പാലപൂത്തിടും വൃശ്ചിക സന്ധ്യയിൽ. വിജനതേ നിന്റെ രാത്രി വഴികളിൽ ഒരു നിണത്തുള്ളി ചോണനരിക്കുമ്പോൾ, അവൾ കുടിച്ചൂറ്റിയിട്ട കാമങ്ങളിൽ നുരയിടും മജ്ജയൂറി തുളുമ്പുമ്പോൾ, വഴിപിണക്കാൻ കരിമ്പനക്കാടുകൾ കിരവിൽ നൃത്തം ചവിട്ടാൻ അവൾ വരും. ധവളവേഷവും തീയരിക്കണ്ണുമായി, ധവളവേഷവും തീയരിക്കണ്ണുമായി ചരലുറപ്പിൽ ചവിട്ടാൻ അവൾ വരും. ചരലുറപ്പിൽ ചവിട്ടാൻ അവൾ വരും. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് ഞാൻ കാണുന്നു. സമരസഖാക്കൾക്ക് സമ്മേളനത്തിന് അർദ്ധമായ അഭിവാദ്യങ്ങൾ നൽകാം.